ഹൃദയത്തിൻ താളമായി. അവസാന ഭാഗം. പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ ശിവൻ ഫോണെടുത്ത് നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി പറഞ്ഞു. മറുവശത്ത് നിശബ്ദത നിറഞ്ഞപ്പോൾ എന്തു പറയണമെന്ന് ശിവനും അറിയില്ലായിരുന്നു. താനാണ് അവൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നൽകിയത്. തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെയും അവൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. താനായിരുന്നു അലീന എന്ന സ്വപ്നം അവൻ്റെ മനസ്സിലേക്ക് പകരുന്നത്. ഇനി ഒരു പക്ഷേ അവൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവനോട് ഞാൻ ചെയ്ത ഒരു എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇരിക്കാൻ ആശ്വസിപ്പിച്ചാണ് അവന് ഫോൺ വെച്ചത്. ഫോൺ വിളിച്ചു കഴിഞ്ഞതും അപർണയെയും കുഞ്ഞിനെയും കൂട്ടി അവൻ നേരെ പോയത് ഹംസക്കയുടെ കടയിലായിരുന്നു. മൂന്നാളും ഒരുമിച്ച് കണ്ടപ്പോഴേക്കും ഹംസയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. മൂന്നുപേരും കുറേ സമയം പഴയ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനിടയിൽ നല്ല ചൂടുള്ള ഉഴുന്നുവടയും ചായയുമായി ഹംസക്ക എത്തിയിരുന്നു. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും ഫോൺ കോൾ വന്നത് കണ്ടപ്പോൾ ആദ്യമൊന്ന് എടുക്കാൻ മടിച്ചിരുന്നു അലീന. രണ്ടാമത്തെ പ്രാവശ്യം ഫോൺ ബെല്ലടിക്കുന്നത് കണ്ടപ്പോൾ ആരോ അത്യാവശ്യക്കാരാണെന്ന് കരുതിയാണ് അവൾ ഫോൺ എടുത്തത്. ഹലോ. പൗരുഷമുള്ള ഒരു പുരുഷ ശബ്ദമാണ് കേട്ടത്. ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ തിരിച്ച് ഹലോ പറഞ്ഞിരുന്നു. അലീനയല്ലേ? അതെ, ഞാൻ ഡോക്ടർ നിരഞ്ജനാണ്. പെട്ടെന്ന് അപ്പുറത്തു നിന്നും അങ്ങനെയൊരു മറുപടി കേട്ടപ്പോഴേക്കും എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അലീന. ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ശിവനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ തനിക്കൊരു മടിയുണ്ടാകുമായിരുന്നില്ല എന്ന് ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു. ശിവൻ എന്നെ വിളിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തൻ്റെ മാനസികാവസ്ഥയും മനസ്സിലുള്ള വിചാരങ്ങളുമൊക്കെ ഇങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയും കടന്നു വന്നിട്ടില്ല. തന്നെപ്പറ്റി ആദ്യം ശിവൻ എല്ലാം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തന്നോട് തോന്നിയത് ഒരുതരം ബഹുമാനമായിരുന്നു. ഒരിക്കലും ഒരു സഹതാപത്തിൻ്റെ പുറത്ത് എനിക്ക് അലീനയോടൊരു സ്നേഹം തോന്നിയിട്ടില്ല. പിന്നെ ശിവൻ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ വിളിച്ചത്. എൻ്റെ ആനയുടെ സ്ഥാനത്ത് മറ്റാരെയും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. വിവാഹം സ്നേഹിച്ചായിരുന്നു ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചത്. എൻ്റെ മോളെ എനിക്ക് തന്ന് എന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോയി. അലീന കൊടുത്ത സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയും അത് മനസ്സിലാക്കാനുള്ള കഴിവും വിഷ്ണുവിനും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ സ്നേഹം ലഭിക്കാനുള്ള ആയുസ് ആനിക്ക് ഈശ്വരൻ നൽകിയില്ല. അമ്മയുമൊക്കെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഒരു വിവാഹം കഴിക്കാൻ. കാരണം വളർന്നു വരുന്നത് ഒരു പെൺകുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അവൾക്ക് ചിലപ്പോൾ എൻ്റെ മകളെ സ്വന്തമായി കാണാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അമ്മയോളം മനസ്സിലാക്കാൻ കഴിയില്ല ഒരച്ഛന്. ശിവൻ തന്നെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയാലോ എന്ന് ഞാൻ ചിന്തിക്കാനുള്ള ഒരേ ഒരു കാരണം മറ്റൊന്നും ആയിരുന്നില്ല. അമ്മയില്ലാതെ വളർന്ന ഒരു പെൺകുട്ടിയുടെ ദുഃഖം മറ്റാരേക്കാളും നന്നായി തനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് താനൊരു മികച്ച അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിലൂടെ തനിക്കൊരു ജീവിതത്തിലും ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾക്കൊരു സഹോദരനെയും അമ്മയുമാണ്. തൻ്റെ മകന് ഒരച്ഛനെയും അനുജത്തിയെയും. തനിക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്. ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അലീനയെ ക്ഷണിക്കുന്നത്. നിരഞ്ജൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മനസ്സിലും ഓരോ ചിന്തകൾ കാട് കയറുന്നുണ്ടായിരുന്നു. കട്ട് ചെയ്യുന്നതിന് മുൻപായി അവളെ വിളിച്ചു. ഡോക്ടർ. പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാറ് പറഞ്ഞതുപോലെ അമ്മയില്ലാതെ വളർന്നൊരു മകളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മയില്ലാത്തതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ച് ആത്മാർത്ഥതയില്ലാതെ വരുന്ന പല സ്നേഹബന്ധങ്ങളിലും അടിമപ്പെട്ടു പോകും. കാരണം ഒരമ്മ നൽകുന്നത് പവിത്രമായ സ്നേഹമാണ്. ഈ ലോകത്തിൽ മറ്റാരും നൽകില്ല. അത് ലഭിക്കാതെ വരുമ്പോഴാണ് മറ്റ് സ്നേഹങ്ങളിലേക്ക് പോകാൻ തോന്നുന്നത്. അതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സാറ് പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ വളർച്ചയിലെ അടിമുടി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ
അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എന്നെയും എൻ്റെ മകനെയും അംഗീകരിക്കാൻ സാറിന് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്. സാറിൻ്റെ ഭാര്യയായി, അതിലുപരി മോളുടെ അമ്മയായി വരാൻ, സാറിൻ്റെ വീട്ടിലേക്ക് വരാൻ. അത് പറഞ്ഞപ്പോഴേക്കും നിരഞ്ജൻ്റെ മനസ്സും സമാധാനത്തിൽ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ഫോൺ വെച്ചു. ഫോൺ കട്ട് ചെയ്ത് അലീന ആദ്യം വിളിച്ചത് ശിവൻ്റെ ഫോണിലേക്കാണ്. മോളെ പറയുന്നതിനിടയിലാണ് ഫോൺ അടിച്ചത്. അപർണയുടെ കയ്യിലായിരുന്നു ഫോൺ ആ നിമിഷം. അവൾ പെട്ടെന്ന് ഫോൺ ശിവയുടെ കയ്യിൽ കൊടുത്തു. അലീനയാണ്, എടുക്ക്, ശിവ പറഞ്ഞു. അപർണ തന്നെ ആ ഫോൺ എടുത്തിരുന്നു. ഹലോ അലീന, ഞാൻ അപർണയാണ്. അപർണ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങൾ തിരക്കിലാണോ? അലീന, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. എങ്കിലും താൻ പറഞ്ഞോളൂ. അതുപിന്നെ ശിവേട്ടനോട് പറയണം, ഡോക്ടറുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന്. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുകളും വരില്ലെന്ന്. സത്യമാണോ അലീന? ഏറെ സന്തോഷത്തോടെയായിരുന്നു അപർണ അത് ചോദിച്ചത്. അത് ചോദിച്ചപ്പോഴും ശിവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറയാമെന്നവൾ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചിരുന്നു. ഫോൺ വെച്ചതും അപർണ ആ സന്തോഷ വാർത്ത ശിവനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവന്റെ ഹൃദയവും നിറയുകയായിരുന്നു. ഈ ജീവിതകാലം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് താമസിച്ചാൽ ഒരു വേദനയും സങ്കടവും തന്നെ ചുറ്റിവരയുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അവളുടെ കണ്ണുനീരിൻ്റെ ശാപം ഒരിക്കലെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതത്തെ ബാധിക്കുകയാണെങ്കിൽ അവൻ ഉരുകി തീർന്ന് മരിച്ചു പോകുമെന്ന് ശിവൻ ഉറപ്പായിരുന്നു. അവളുടെ മനസ്സിൻ്റെ കോണിൽ ഇപ്പോഴും എവിടെയൊക്കെയോ വിഷ്ണുവിനോട് ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവിതം പതനത്തിന് ആരംഭം തുടങ്ങാതെ ഇരിക്കുന്നതെന്ന് ശിവൻ ഉറപ്പുണ്ടായിരുന്നു. എന്താണെങ്കിലും അലീനയ്ക്ക് സുരക്ഷിതമായൊരു ജീവിതമായിരിക്കും നിരഞ്ജനിൽ നിന്നും ലഭിക്കാൻ പോകുന്നത് എന്ന വിശ്വാസം ശിവനുണ്ടായിരുന്നു. ആ സമാധാനം അവൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുഖം സന്തോഷത്തിലും സമാധാനത്തിലും നിറയുന്നത് സമാധാനപൂർവ്വം അപർണ അറിഞ്ഞിരുന്നു. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ശിവൻ്റെ ഫോൺ അടിച്ചു. അമ്മ എന്ന് തെളിഞ്ഞപ്പോൾ ഫോൺ എടുത്തതും ശിവൻ്റെ മുഖം മാറി മറിയുന്നത് അപർണ കണ്ടിരുന്നു. എന്താ ശിവേട്ട? ആകുലതകളോടെ അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ നമ്മുടെ വിഷ്ണുവേട്ടൻ പോയ വണ്ടി ആക്സിഡൻ്റായി. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം. അവനത് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് ഉത്കണ്ഠ തെളിയുന്നുണ്ട്. അവൾക്ക് ഭയം തോന്നി. അത് കേട്ടപ്പോഴേക്കും തോന്നിയിരുന്നത് നീലിമയെക്കുറിച്ചായിരുന്നു. ഒന്നാമത് ഗർഭിണിയാണ്. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമായിരുന്നു ആ നിമിഷവും അവൾ ഒഴുകി പ്രാർത്ഥിച്ചിരുന്നത്. ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോഴും പ്രാർത്ഥനകൾ മുഴുവൻ ആർക്കും ഒരു അപകടവും ഉണ്ടാവരുത് എന്ന് ആയിരുന്നു. ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടിരുന്നു വാവിട്ട് നിലവിളിക്കുന്ന അമ്മയെ. എല്ലാവരുടെയും മുഖത്തു നിന്നും അപകടം എന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. അവൻ ഓടി സൗവർണികയുടെ അരികിലേക്ക് ചെന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. നമ്മുടെ ചേട്ടൻ പോയി ശിവേട്ട, വിഷ്ണു ചേട്ടൻ പോയി ശിവേട്ട. കരച്ചിൽ ചീളുകൾക്കിടയിൽ സൗവർണിക പറഞ്ഞപ്പോൾ കേട്ട വാർത്തയുടെ ഷോക്കിലായിരുന്നു ആ നിമിഷവും ശിവനും അപർണയും. എന്താണ് കേട്ടതെന്നറിയാതെ നിൽക്കുന്ന ശിവന്റെ അരികിലേക്ക് ശ്രീയാണ് വന്നത്. ശിവ, നീ തളർന്നു പോവരുത്. നിന്റെ അച്ഛനടക്കം എല്ലാവരും തളർന്നു പോയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നീ വേണം എല്ലാവർക്കും ധൈര്യം നൽകാൻ. ആക്സിഡൻ്റ് ആയിരുന്ന സ്പോട്ടിൽ വെച്ച് തന്നെ വിഷ്ണുവേട്ടൻ മരിച്ചു. പിന്നെ കൊണ്ടുവന്നപ്പോഴേക്കും നീലിമ ചേച്ചിയുടെ സഹോദരി ഉണ്ടല്ലോ നീതു, ആ കുട്ടിയും പോയി. നീലിമയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കാലിന് പരിക്കുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോഴേക്കും അവനും തളർന്നു പോയിരുന്നു. അപർണയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് തോന്നിയിരുന്നു. പെട്ടെന്നാണ് അച്ഛനെയും അമ്മയെയും കണ്ടത്. അവരുടെ അരികിലേക്ക് ചെല്ലുന്നതും അവൾ തല കറങ്ങിപ്പോയിരുന്നു. എത്ര സന്തോഷമായ നിമിഷങ്ങളായിരുന്നു കുറച്ചു മുൻപ് വരെ കടന്നു പോയിരുന്നത് എന്നായിരുന്നു ശിവൻ ഓർത്തിരുന്നത്. മനസ്സിലെ സമാധാനവും വേദനയും എല്ലാം നീങ്ങിപ്പോയിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവൻ മനസ്സിൽ വിചാരിച്ചു, അലീനയുടെ മനസ്സിൽ നിന്നും കുടിയിറക്കപ്പെട്ട നിമിഷം തന്നെ വിഷ്ണു ദൈവത്തിൻ്റെ കോടതിയിൽ വിധിക്കപ്പെട്ടു. ഇത്രയും കാലങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ അലീനയുടെ മനസ്സിൽ
വിഷ്ണുവിനൊരു സ്ഥാനം ഉണ്ടായിരുന്നിരിക്കാം. ആരോടും പറയാത്ത ഒരു സ്നേഹമെങ്കിലും അവൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ആ സ്നേഹം നഷ്ടമായപ്പോഴാണ് ഈശ്വരൻ ശിക്ഷ നൽകിയത്. ഒരുപക്ഷെ ഇപ്പോഴും അവളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ കണിക അവശേഷിച്ചതുകൊണ്ടായിരിക്കും ഇക്കാലം അത്രയും വിഷ്ണുവിനെ ഈശ്വരൻ നിലനിർത്തിയത്. അവളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം നൽകിയ ആ നിമിഷം മുതൽ വിഷ്ണുവിൻ്റെ പതനം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. ശിവൻ ഓർത്തു, അത്രമേൽ സ്നേഹമായിരുന്നു ആ പെണ്ണിനെ വിഷ്ണു ചേട്ടനോടുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാത്ത അയാളാണ് വിഡ്ഢി. അതിന് ഇത്രയും വലിയൊരു ശിക്ഷ ഈശ്വരൻ നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീതു ഈ ഒരു ശിക്ഷ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്ക് അതിനുത്തരമില്ല. എങ്കിലും സ്വന്തം ചേച്ചിയെ വഞ്ചിച്ചവർക്ക് ഈശ്വരൻ നൽകിയത് വലിയ ശിക്ഷ തന്നെയാണ്. പക്ഷെ ഒന്നും അറിയാത്തൊരു ജീവനെ, ലോകം കാണാൻ വേണ്ടി കാത്തിരുന്ന ആ ജീവൻ എന്തായിരിക്കും ഈശ്വരൻ ശിക്ഷിച്ചിട്ടുണ്ടാവുക? അതുമാത്രം മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ശിവന് കിടന്നിരുന്നു. ചില ചോദ്യങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സിൽ ഉത്തരമുണ്ടാവില്ല. ചില ശിക്ഷകൾ ഈശ്വരൻ വൈകിയാണ് നൽകുന്നത്. പക്ഷേ ഇതിത്തിരി കൂടുതലായിപ്പോയി. അപർണ തന്നെയാണ് വിവരം അലീനയെ വിളിച്ചറിയിച്ചത്. കേട്ടപ്പോൾ അവളും തകർന്നു പോയിരുന്നു. ഒരിക്കൽ മനസ്സും ശരീരവും കൊടുത്ത് സ്നേഹിച്ചവനാണ്. ജീവിതത്തിൻ്റെ ഭാഗമായി മനസ്സിൽ കരുതിയതാണ്. അവനെ ചുറ്റിപ്പറ്റി കണ്ട സ്വപ്നങ്ങൾക്ക് കണക്കുണ്ടായിരുന്നില്ല. അവൻ ഇന്ന് ജീവനോടെ ഇല്ലാന്നറിഞ്ഞപ്പോൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു. അതിനോടൊപ്പം തന്നെ മകനെ ചേർത്ത് പിടിച്ചു പോയിരുന്നു. തൻ്റെ കണ്ണുനീരിന് പോലുമുള്ള അർഹത അവനില്ലെന്നുണ്ടെങ്കിൽ പോലും തനിക്ക് അവനെ അത്രമേൽ മറക്കാൻ കഴിയില്ല എന്ന സത്യം അവൾ ഓർക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുവിൻ്റെ വിയോഗ വാർത്തയിൽ നിന്നും കേദാരം വീട് മുക്തി നേടാൻ കുറേ നാളുകൾ കഴിഞ്ഞിരുന്നു. അതിനേറെ സഹായിച്ചത് ശിവർണ മോളുടെ കളിയും ചിരിയുമായിരുന്നു. സൗവർണികയുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ അപർണ PG ഒക്കെ പൂർത്തിയായി ഒരു ആൺകുട്ടിക്ക് കൂടി ജന്മം കൊടുത്തു കഴിഞ്ഞു. ശ്രീയുടെയും അമ്മുവിൻ്റെയും വിവാഹം ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് മുൻകൈ എടുത്ത് നടത്തിയത് ശിവൻ തന്നെയായിരുന്നു. നിരഞ്ജന മലീനയും സന്തോഷത്തോടെ ജീവിച്ചു. 2 മക്കളും ഒപ്പം ഒരു കുഞ്ഞ് അതിഥിക്കായുള്ള കാത്തിരിപ്പിലും. അപ്പുക്കുട്ടൻ മിടുക്കനായി. ഹർഷനും ശാലവും വിവാഹമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുമായി സുഖമായി ജീവിക്കുന്നു. കാലങ്ങളും വർഷങ്ങളും ഋതുക്കളും ഒക്കെ മാറി. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം മാറിയില്ല. അതിലൊന്ന് ശിവന്റെ ഹൃദയതാളമായി അലിഞ്ഞു ചേർന്ന അപർണയോടുള്ള പ്രണയമായിരുന്നു. പിന്നെ മാറാത്ത ഒന്ന് സമൂഹം ചാർത്തിക്കൊടുത്ത ശിവന്റെ പേരായിരുന്നു. പക്ഷേ അവൻ്റെ പെണ്ണിനറിയാം അവൻ ആരാണെന്ന്, അവൻ്റെ പ്രണയം എന്താണെന്ന്. അതിലുമപ്പുറം മറ്റൊന്നും വേണ്ട. അല്ലെങ്കിലും നമ്മുടെ സമൂഹം അങ്ങനെയാണ്. തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കുന്ന സമൂഹം. കേൾക്കുന്ന പല വാർത്തകളിലും അതിനപ്പുറം ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അങ്ങനെ നമ്മുടെ കഥ അവസാനിക്കുകയാണ് കേട്ടോ. ഈ കഥയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ നിന്നു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നാളെ മുതൽ നമ്മുടെ മിഴിനിറയാതെ സ്റ്റോറി 2 പാർട്ട് വെച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെങ്കിൽ സൂപ്പറെന്നും സ്മൈലികളും മാത്രം കുറിക്കാതെ മധുരമായ കുറച്ച് വാക്കുകൾ കഥയ്ക്ക് വേണ്ടി കുറിക്കണേ.